ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി എന്താണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട്, എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ ഏത് എനർജിയിലാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്തൊരു പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി, പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട്. പുതിയ തുടക്കമാണ്. നിങ്ങളെന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങളുടെ ജോലി സംബന്ധമായ എന്തോ ഒരു കാര്യമാണ്. കരിയറുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലം മാറുന്ന കാര്യമായിരിക്കാം, പുതിയൊരു കമ്പനിയിലേക്ക് പോകുന്നൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രമോഷനോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് പോകണ്ടേ, അത് പോയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്കൊരു നല്ല തുടക്കമാണ്. നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻഷൻ നിങ്ങൾ പണ്ട് കൊടുത്തിരുന്നൊരു കാര്യം ചിലപ്പോൾ ഇപ്പം നിങ്ങളത് വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഒരു പ്രതീക്ഷ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ചിന്തയാണ്. പക്ഷെ ആ ഒരു കാര്യം ഇപ്പം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് ബാക്കി നോക്കാം. ഇതിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കാത്തിരുന്ന ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. അപ്പം നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു എന്ത് കാര്യവും എന്ത് തടസ്സവും മറികടക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസമുണ്ട്. ഇപ്പം ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് ജോലി സംബന്ധമായി എന്തെങ്കിലും യാത്രകൾ വേണ്ടി വന്നേക്കാം. ആ യാത്ര പോകണ്ടേ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കുറേയധികം ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവുക. ചില ആൾക്കാർക്ക് ഇത് ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും യാത്രകളായിരിക്കാം. അപ്പോൾ അത് ആ ഒരു കാര്യം അങ്ങോട്ട് പോകണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇതിലൊരു 3 ഓഫ് വാൻസിൻ്റെ എനർജിയാണുള്ളത്. അപ്പോൾ ഇതിൽ ഒരു കടൽ കടന്നുള്ളൊരു യാത്ര കാണുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. കടൽ കടന്നുള്ളൊരു യാത്ര, ഒരു ഫ്ലൈറ്റ് യാത്രയാണ് കൂടുതൽ ആൾക്കാർക്കും ഉള്ളത്. ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പോകണമെന്ന് കാണുന്നുണ്ട് കേട്ടോ അതിനകത്ത്. ചില ആൾക്കാർക്ക് ഇത് യൂറോപ്പ് പോലെയുള്ളൊരു രാജ്യത്തേക്ക് പോകുന്നൊരു എനർജി, കാരണം കുറേയധികം തണുപ്പുള്ള രാജ്യത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. ഒന്നിലധികം ദിവസം യാത്ര ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എനർജിയോ. ഈ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഇത് നിങ്ങൾക്ക് സംഭവിക്കും എന്നാണ് കാണുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു യാത്ര ചിലപ്പോൾ പല ആൾക്കാർക്കും നിങ്ങളുടെ ഫാമിലിയെ മീറ്റ് ചെയ്യാനുള്ളൊരു യാത്ര ആയിരിക്കണം. ഇത് ഹസ്ബൻഡോ വൈഫോ പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു എനർജിയാണ്. പിന്നെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഇന്ന് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങളിന്ന് അവരോടൊപ്പം ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. വളരെ ഹാപ്പി ആയിരിക്കും എന്നും കാണുന്നുണ്ട്. 10 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു കുറേ 10 വന്നിട്ടുണ്ട്, പിന്നെ ഒരു ഏസ് വന്നിട്ടുണ്ട്. അപ്പം തുടക്കമാണ് എന്നുള്ളതാണ്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത കുറേ കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ചിലപ്പം കുറേ ഭാരമുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ചുമലിൽ. ഇത് ചിന്തകളുടെ ഭാരമായിരിക്കും കേട്ടോ. നമ്മൾ ഇപ്പോൾ നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ. പല ആൾക്കാർക്കും
ചിന്തകളുടെ ഭാരം കൊണ്ട് നടക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ മുന്നോട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം നമ്മളെപ്പോഴും നമ്മൾ ജനിച്ച് നമ്മൾ ഓർമ്മ വെച്ച സമയം മുതലുള്ള കുറേ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഭാണ്ഡം പോലെ വലിയൊരു കെട്ട് പോലെ അത് നമ്മൾ ചുമലിൽ വെച്ച് ഒന്ന് ചുമൽ കൂഞ്ഞ് നടക്കുന്ന ഒരാൾ. ഇത് ജോലിഭാരമുള്ളവരുണ്ടാകാം. കൂടുതൽ ആൾക്കാർക്കും പാസ്റ്റിലെ കുറേ എക്സ്പീരിയൻസ് ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ കുറേ ബാഡ് കർമ്മ ചുമന്ന് നടക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ ബാഡ് കർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ ഓർമ്മകൾ, മറ്റു വ്യക്തികൾ നമ്മളോട് ചെയ്ത പല കാര്യങ്ങളും, നമ്മളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും അത് റിലീസ് ചെയ്യാൻ പറ്റാതെ ശ്രമിക്കാഞ്ഞിട്ടായിരിക്കില്ല. പലപ്പോഴും ഓർമ്മ വരുമ്പോൾ അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മുന്നിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. സന്തോഷമുള്ള കാര്യങ്ങളും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളൊന്നും കാണാൻ പറ്റാതെ വീണ്ടും നിങ്ങളുടെ ചുമൽ ഒന്ന് കൂനിപ്പോണു എന്നാണ് കാണുന്നത്. അപ്പം മാക്സിമം നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരോടും ഡിസ്കസ് ചെയ്യാതിരിക്കുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരാളോട് പറയുമ്പോൾ അവരുടെ മനസ്സിലും ആ ഒരു ചിന്ത നിറഞ്ഞ് അതും യൂണിവേഴ്സിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ആയിട്ടുള്ള ആ ഒരു എനർജി നമ്മളിലേക്ക് വീണ്ടും വരും. അപ്പോൾ ചിലപ്പം നമ്മൾ കുറേ കാലം മുന്നേ ഉള്ളൊരു കാര്യം അത് നമ്മൾ പകുതി മറന്നതായിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ ഓർമ്മകൾ വന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും നമ്മളുടെ പഴയ സുഹൃത്തുക്കളോട് ചിലപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. ഈ ചില ആൾക്കാർക്ക് ഇന്നലെയോ ഈ അടുത്ത ദിവസങ്ങളിലോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പഴയ സുഹൃത്ത് വിളിച്ച് ആ ഒരു കാര്യം വീണ്ടും നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കുറ്റങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഇത്രയും മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വീണ്ടും ആ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വന്നപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ഭാരം കൂടി നിങ്ങൾ ചുമക്കേണ്ട ഒരവസ്ഥയായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വിട്ടേക്കുക. അത് വീണ്ടും എടുത്ത് വീണ്ടും ഒന്ന് സർജറി നടത്തി വീണ്ടും അതിൻ്റെ കാര്യങ്ങളൊന്നും ഇനി കാണരുത്. കാരണം വന്നത് വന്നു, അത് സംഭവിച്ചത് സംഭവിച്ചു. നമ്മൾ അതിന് അനുഭവിക്കാനുള്ള കുറേ കാര്യങ്ങൾ അനുഭവിച്ചു. പൂർണ്ണമായും വിട്ടേക്കുക. പാസ്റ്റിൽ നടന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഡിസ്കസ് ചെയ്യും തോറും ആ ഒരു എനർജി വീണ്ടും നമ്മളെ വലയം ചെയ്യും. എന്തിനാണ് നമ്മൾ ഉള്ള പോസിറ്റിവിറ്റി ഇല്ലാതാക്കി കളയുന്നത്? അപ്പോൾ നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാലും ഈ ഓർമ്മകൾ വന്ന് മൂടി നമുക്ക് നെഗറ്റീവാക്കി കളയും. അങ്ങനെ ചെയ്യാതിരിക്കുക. കഴിഞ്ഞ കാലങ്ങളെ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെ വിട്ടുകളയാൻ ശ്രമിക്കുക. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വീണ്ടും വിഷമിക്കരുത്. കാരണം അത് നമ്മളുടെ ബോഡിയെ ഒരുപാട് ചീത്തയാക്കി കളയും. നമ്മളുടെ സെല്ലുകൾക്ക് അത് ഡാമേജ് വരുത്തും. നമുക്ക് ജോയിൻറ്റ് പെയിൻസ് വരും, നമുക്ക് ഷോൾഡർ പെയിനോ ബാക്ക് പെയിനോ പോലെയുള്ള കാര്യങ്ങൾ വരും. എപ്പോഴും ഒരു മന്ദത അനുഭവപ്പെടും. അത് നിങ്ങളൊന്ന് മാറ്റിക്കളയുന്നത് നല്ലതായിരിക്കും. കാരണം പല കാര്യങ്ങളും ഇതിൽ ഈ ഒരു 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഇത് എൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അടുത്ത് നിങ്ങൾക്ക് വരുന്നത് വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു യൂണിയനൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വീണ്ടും പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളൊന്ന് സർജറി ചെയ്ത് എടുക്കുമ്പോൾ വീണ്ടും അത് ആ ഒരു നിങ്ങൾക്ക് വരുന്ന നല്ല കാര്യങ്ങൾ മാറിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. ടു ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് യാത്രയെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്. ചിലപ്പോൾ ചില ആൾക്കാർ ഇത് വിദേശത്ത് താമസിക്കുന്ന ആൾക്കാർ അതെല്ലാം മതിയാക്കി ഒന്ന് നാട്ടിൽ പോകണോ എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇതൊരു ട്രാവൽ തന്നെയാണ് കേട്ടോ. ട്രാവലിനെ കുറിച്ച് ചിന്തിക്കുന്ന കുറേ അധികം ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബിസിനസ്സൊക്കെ നഷ്ടമായ ആൾക്കാർ ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ല, നാട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നാട്ടിൽ പോയാൽ ജീവിതം എന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നമായിട്ട് അത് മുന്നിലിരിപ്പുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല. ഇങ്ങോട്ട് കാലെടുത്ത് വെക്കാനും പറ്റണില്ല, എന്നാൽ അവിടെ നിന്ന് വരെയും വേണം. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എത്ര കഷ്ടത വന്നാലും അതിൻ്റെ അവസാനം ഒരു നല്ല കാലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ടായിരിക്കണം.
അതിന് നമ്മളുടെ മനസ്സിൽ ഉള്ള പെയിനും നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ പെയിൻ എടുക്കും. അപ്പോൾ അതൊക്കെ മാറ്റിക്കളയാ. ചില ആൾക്കാർ ഇതിനകത്ത് നിങ്ങളുടെ മിസ്റ്റേക്ക്, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ആ ഒരു തെറ്റ്, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അന്ന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അന്ന് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അതൊന്ന് മാറ്റിക്കളയുക. മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുകൾ പറ്റും. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരാരും തന്നെ ഇല്ല. പാസ്റ്റിൽ ചെയ്തു പോയ മിസ്റ്റേക്കുകളൊക്കെ അത് നമ്മളോട് തന്നെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. ഇത് മറ്റാരും ഓർത്തിരിക്കാൻ പോണില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഈഗോ ഉണ്ട് മനസ്സിൽ, ഒരു കോംപ്ലക്സും ഉണ്ട്. അതൊക്കെ ആളുകൾ അന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും, അന്ന് ഓർത്തിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ആളുകൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ. ആളുകൾക്ക് എപ്പോഴും നിങ്ങൾ കൊടുക്കുന്ന ഇൻറ്റൻസിറ്റി ഒന്നും ആളുകൾക്കില്ല ആ ഒരു കാര്യത്തിൽ. അത് മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും ഓവർ തിങ്ക് ചെയ്യാതെ നിങ്ങൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ ഇരിക്കുക. നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം. നിങ്ങൾക്ക് ആവശ്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും നിലനിൽപ്പിന് വേണ്ടത് പൈസയാണ്. അതിൽ വേറെ തർക്കമില്ല കേട്ടോ. അത് ചിലപ്പോൾ ആളുകൾ വിചാരിക്കും പൈസയ്ക്ക് മൂല്യമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. പൈസയ്ക്ക് മൂല്യമുണ്ട്. നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പൈസ വേണം. നമുക്ക് എന്ത് കാര്യത്തിനും പൈസ വേണം. അത് മറ്റുള്ളവരെ കാണിക്കാനല്ല, നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാനാണ്. അത് ഏത് വഴിയിലും പൈസ ഉണ്ടാക്കാം എന്നുള്ളതല്ല. നല്ല കർമ്മത്തിലൂടെ, ആർക്കും ബാഡ് കർമ്മം ഉണ്ടാക്കാതെ, ആരെയും ചീറ്റ് ചെയ്യാതെ പൈസ ഉണ്ടാക്കുക. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. സ്പിരിച്വൽ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് സ്വയം തിരിച്ചറിയുക. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഇതിനകത്തൊരു മജീഷ്യനാണ്. പക്ഷേ മജീഷ്യൻ്റെ ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ മജീഷ്യന് ഒരുപാട് ദീർഘവീക്ഷണം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ മാജിക്കുകൾ നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവെല്ലാം അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളിലേക്ക്, ഇത് നിങ്ങൾക്കാണ് വേണ്ടത്. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവുകളും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സ്വയം ആദ്യം ചെയ്യുക. അപ്പം അതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് ചെയ്യാനെന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ട എന്നുള്ളതല്ല. പക്ഷെ പലരും നമ്മൾ സ്വയം രക്ഷപ്പെടാതെ മറ്റുള്ളവരുടെ പിറകെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് നമ്മൾ വീണ്ടും താഴോട്ട് പോവുകയുള്ളൂ. അപ്പം നിങ്ങളാദ്യം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മാനസികാരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നെഗറ്റീവായിട്ട് ഇരിക്കാതെ നിങ്ങളുടെ മാനസികാരോഗ്യമൊക്കെ ശരിയാക്കി നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്ക്. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വഴിവിളക്കാകുക. എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ട്രാവൽ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഇത്. നിങ്ങളൊരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഒരു സ്പിരിച്വൽ പ്ലാൻ ആയിരിക്കും. കുറേ സ്ഥലങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഏതെല്ലാമോ സ്ഥലങ്ങളിൽ പോകാൻ. ചിലപ്പോൾ കൂടുതലും അത് സ്പിരിച്വൽ പ്ലേസസ് ആയിരിക്കും. അവിടെ പോകണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ ചില ആൾക്കാർ ട്രാവൽ ചെയ്ത് വന്ന് കുറേ സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്പിരിച്വൽ പ്ലേസസിൽ പോകാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു സ്റ്റെബിലിറ്റിയാണ്. ഇതൊരു യൂണിയനാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങൾ ഒരുപാട് കൂടെ വേണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചും അങ്ങനെ തന്നെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അവരും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പാസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും അവർ അത് മാറ്റിയിട്ട് വീണ്ടും നിങ്ങളോട് ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ളൊരു കാര്യം അവരും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ യൂണിയൻ ഉണ്ടാകട്ടെ. ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇന്ന് ഒരു ആക്ഷൻ്റെ എനർജിയാണ് കേട്ടോ. കൂടുതലും ആൾക്കാർ ആക്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. പ്ലാൻ ചെയ്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി പ്ലാനിങ് വേണ്ട കാര്യം എന്തോ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു നാട്ടിൽ പോകേണ്ട കാര്യം ആലോചിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്.
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അത് വേണോ വേണ്ടേന്ന് ആലോചിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചാരിയറ്റാണ് കുറച്ച് ഈ ചാരിയറ്റിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത്. സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് മൂവ്മെൻ്റ് ഇല്ലാതിരിക്കുന്നു എന്ന് സ്വയം തോന്നുന്നു. അങ്ങനെയല്ല. ഇത് നമ്മൾ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ളൊരു സ്റ്റക്നെസ് മാത്രമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കുറച്ചൊരു തടസ്സങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഹാങ്ഡ് മാനാണ്. ഈ ഒരു ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പം നിങ്ങളൊരു ബന്ധനത്തിലായ പോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ ആ ഒരു ബന്ധനത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ തലകീഴായി നിൽക്കുന്ന ആളുകളിന് മറ്റുള്ളവരുടെ ചിന്തകൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഇതുവരെ കാണാത്ത ചില മുഖങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ യഥാർത്ഥത്തിലുള്ള മുഖം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഈ സ്റ്റക്കായി നിന്നപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ യഥാർത്ഥ മുഖം കാണാൻ പറ്റിയത്. അതുവരെ ചിലപ്പോൾ നിങ്ങളോട് വളരെ സ്നേഹവും ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഒക്കെ സൂക്ഷിച്ചിരുന്ന ആൾക്കാർ ഇപ്പം യഥാർത്ഥത്തിൽ അവരെന്താണെന്ന് നിങ്ങളിപ്പം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതൊരു സ്റ്റക്കായി നിൽക്കുന്നൊരു എനർജിയാണ്. ഇതൊരു പോസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു യാത്രയ്ക്ക് മുന്നേ ഉള്ളൊരു പോസാണ്. കാരണം നമ്മൾ ഒരു ചലിക്കുന്നതിന് മുന്നേ ഒരു നിമിഷം ഒന്ന് അനങ്ങാതിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് എപ്പോഴും ഇങ്ങനത്തെ ഒരു എനർജി അല്ല. അതിൽ വിഷമിക്കേണ്ടതേ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ടീ ലീഫിനൂടി നമുക്ക് നോക്കാം എന്താണ് കിട്ടുന്നതെന്ന്. ഹോഴ്സാണ്. ഷോർട്ട് ജേണിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കൂടുതൽ പറയുന്നത് ജേണിയാണ്, ഒരു യാത്ര. ചിലപ്പോൾ എന്തെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചെറിയൊരു ട്രിപ്പ് നിങ്ങൾ ഫാമിലിയായിട്ട് പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ചെറിയൊരു ട്രിപ്പ് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇതിനകത്ത്. ഫ്ലവേഴ്സാണ്, ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഈ ഒരു സ്റ്റക്കായി നിൽക്കുന്ന എനർജി അപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് മാറും. ചിലപ്പോൾ ഇന്നലെ രാത്രിയിലുള്ള ഒരു ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമോ, ചിലപ്പം ഉറങ്ങാത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത്, കുറച്ച് ഉറക്കം ബുദ്ധിമുട്ടായ ആൾക്കാർ. അതിൻ്റെയൊക്കെ ഒരു സ്റ്റക്നെസ് മാത്രമേ ഉള്ളൂ. ഈ ഉറങ്ങാതിരിക്കുമ്പോൾ ഓവർ തിങ്ക് ചെയ്യും കൂടുതൽ. നമ്മൾ നന്നായിട്ട് ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷായിട്ട് എണീക്കാൻ പറ്റും. ഇത് ഇന്നലെ രാത്രി കുറച്ച് ഉറക്കം കുറഞ്ഞ ആൾക്കാർ ആ സമയം മുഴുവൻ വേണ്ടാത്ത കാര്യങ്ങളാണ് ആലോചിച്ചത്. നല്ല കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പറ്റിയില്ല. ഈ ഭാരം ചുമക്കുന്ന കാര്യവും പാസ്റ്റിൽ നടന്ന നെഗറ്റീവായിട്ടുള്ള കാര്യവും ഒക്കെ ചിന്തിച്ച് വറീഡായ ആൾക്കാരാണ്. പക്ഷേ അത് മാറ്റിക്കളയുക. കാരണം നിങ്ങൾക്ക് നല്ല സന്തോഷമാണ് വരാൻ പോണത് എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലപോലെ സന്തോഷിക്കാൻ പറ്റും. ഹിൽസാണ്. ഒബ്സ്റ്റക്കിൾസ് ടു ഓവർകം ആണ്. ചില ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, നമ്മൾ ഓവർകം ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് നമ്മൾ തടസ്സങ്ങളില്ലാത്ത ജീവിതമില്ല, ഒരു കാര്യവുമില്ല. തടസ്സങ്ങളില്ലാതെ എല്ലാ ഫ്ലോയിൽ നടക്കാവുന്ന പിന്നെ നമ്മൾ ആരായിപ്പോയി. അപ്പോൾ അത് മനസ്സിലാക്കുക. ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നോട്ടെ, അതൊന്നും നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും. ചെയർ ഫീൽഡാണ്. സമ്മൺ ഈസ് എൻറ്ററിങ് യുവർ ലൈഫാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരാൾ, നഷ്ടപ്പെട്ടു പോയ ഒരാൾ, ആ ഒരു ആളിൻ്റെ സ്ഥാനത്ത് ആരോ അവിടെ വന്നു എന്നുള്ളതാണ്. ചിലപ്പം നിങ്ങൾക്ക് ആ ഒരാളിന് മാത്രമേ ആ ചെയർ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആ ആൾ തന്നെ വീണ്ടും തിരിച്ചു വന്ന ചെയറിലിരിക്കുന്നു, അത്രയേ ഉള്ളൂ. കാരണം സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ ഇതിനകത്ത്. ആളും വിചാരിക്കുന്നു ചിലപ്പം ഇത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി, അവരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം തിരിച്ചു പോയി അവിടെ ഇരിക്കണം എന്ന്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇത് ബ്രേക്കപ്പ് ഒക്കെ ആയിപ്പോയ ആൾക്കാർ, നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്ന റിലേഷൻഷിപ്പ് വരുന്നതും ആകാം. സ്കെയിലാണ്. കീപ്പ് യുവർ ലൈഫ് ഇൻ ബാലൻസ് ആണ്. നിങ്ങൾ ജീവിതത്തിലൊരു ബാലൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് ഒരുമാതിരി ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും ഫ്ലക്ച്വേഷൻസ് വരാം. പക്ഷേ എപ്പോഴും ആ ഒരു ബുദ്ധിമുട്ടിലിരിക്കാതിരിക്കുക. അതൊന്നൊന്ന് മാറി വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കുക. ഇമോഷൻസിനെ നമുക്കൊന്ന് മാറ്റി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യൂ. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.
നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.